ഏത് കാറ്റ് വന്നാലും ഇളകാത്തതാണ് എന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാർക്സിസ്റ്റ് ആ നിങ്ങളുടെ അഭിപ്രായത്തോട് ഞങ്ങൾക്ക് നല്ല മതിപ്പ് തന്നെയാണ്. പക്ഷേ അത്തരത്തിലുള്ള നമ്മുടെ ശക്തി കേന്ദ്രങ്ങളിൽ വന്നിട്ടുള്ളത് ഗൗരവമേറിയ വിഷയമാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാർക്സിസ്റ്റ് വളരെ ശക്തമായൊരു പാർട്ടിയാണ്. ഞങ്ങൾ എന്തുകൊണ്ടാണ് ഞങ്ങൾ അടിത്തറ തകരില്ലെന്നില്ലെന്ന് പറയുന്നത്? ശരിയുടെ മേലെ നിന്ന് കാര്യങ്ങൾ ചെയ്യുന്നവരാണ് ഞങ്ങൾ. അവിടെ തന്നെ ഞങ്ങൾക്ക് ചില ഒലച്ചൽ തട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ കരുതേണ്ടത് ഏത് കാറ്റിനെയും പ്രതിരോധിക്കാനുള്ള കരുത്ത് നേടുക എന്നുള്ളതാണ്. ഇപ്പോഴുള്ള അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഏത് കൊടുങ്കാറ്റടിച്ചാലും തകരാത്ത നിലയിൽ അടിത്തറയും മേൽപ്പുരയും സുശക്തമാക്കാൻ വേണ്ടിയിട്ടുള്ള നിലപാട് സ്വീകരിച്ച് പ്രവർത്തിക്കുക എന്നുള്ളതാണ്. അതൊരു പാർട്ടിയെ സജ്ജമാക്കുക എന്നുള്ളതാണ്, മുന്നണിയെ സജ്ജമാക്കുക എന്നുള്ളതാണ്. ഞാനത് നിങ്ങളോട് പറഞ്ഞു കഴിഞ്ഞു. UDF-നകത്ത് അടിപിടി നടക്കുകയാണ്, തെരുവിലിറങ്ങി യുദ്ധം നടക്കുകയാണ്. അങ്ങനെ വരുമ്പോൾ ആ മുന്നേറ്റം ആ രാഷ്ട്രീയ പ്രശ്നങ്ങളിൽ നിന്ന് ഇടതുപക്ഷവും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും അതുപോലാണ് എന്ന് വരുത്തി തീർക്കാൻ പാർട്ടി ശത്രുക്കൾ നടത്തിക്കൊണ്ടിരിക്കുന്ന നടപടിയാണിത്. നിങ്ങളും ഇങ്ങനെയാണെന്ന് വരുത്തി തീർക്കാൻ പാർട്ടി ശത്രുക്കൾ നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ദൗത്യമാണത്. കോൺഗ്രസിന്റെ തെരുവിലല്ലേ ഇപ്പോൾ അവർ ആളെ എണ്ണി തെരുവിൽ ഇറക്കുകയല്ലേ? ഒരു ഭാഗത്ത് VD സതീശന് വേണ്ടി, രമേശ് ചെന്നിത്തലയ്ക്ക് വേണ്ടി, KC വേണുഗോപാലിന് വേണ്ടി പ്ലക്കാർഡുകളും ആളുകളുമായി തെരുവിൽ കേരളമാകെ ഇറങ്ങുകയല്ലേ? ഇതിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ, സംരക്ഷിക്കാൻ, ന്യായീകരണം കണ്ടെത്താൻ നിങ്ങളും ഇതുപോലെയാണെന്ന് വരുത്തി തീർക്കാൻ പാർട്ടി വിരുദ്ധ ശക്തികൾ അവരെ സഹായിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു നടപടിയുടെ ഭാഗമായിട്ട് ഞാൻ കാണുന്നുള്ളൂ. അല്ലാതെ ഇത്തരമൊരു ബോർഡുകൾ കേരളത്തിൽ ഉയരേണ്ട യാതൊരു സാഹചര്യങ്ങളും ഇടതുപക്ഷത്തിലില്ല, ഇടതുപക്ഷ മുന്നണിയിലില്ല, CPM-ലില്ല. അത് നിങ്ങൾക്കും ആ കാര്യങ്ങൾ വിശദമായി പരിശോധിച്ചാൽ മനസ്സിലാവും. എന്തിൻ്റെ മേലെയാണ് ഒരു ഭരണവിരുദ്ധ വികാരം? നിങ്ങൾ തന്നെ നല്ലതുപോലെ കാര്യങ്ങൾ മനസ്സിലാക്കുന്നവരല്ലേ. ഈ ഗവൺമെൻറ് എന്തെങ്കിലും ജനവിരുദ്ധമായ നിലപാടുകൾ സ്വീകരിച്ചിട്ടുണ്ടോ? ഭരണരംഗത്ത് നിർവഹിച്ചിട്ടുണ്ടോ? ഇവിടെ ഇടതുപക്ഷത്തെ ആക്രമിക്കാൻ വലതുപക്ഷ ശക്തികൾ ശക്തരാണ്. ആ വലതുപക്ഷത്തിൻ്റെ പ്രധാന ഒരു രംഗമെന്ന് പറയുന്നത് ഇന്ന് സോഷ്യൽ മീഡിയയും മാധ്യമങ്ങളുമാണ്. ഞങ്ങൾക്കൊക്കെ പരിമിതമായിട്ടുള്ള സഹകരണങ്ങളും സഹായങ്ങളും നൽകാൻ മാത്രമേ സാധാരണ മാധ്യമങ്ങൾക്ക് സാധിക്കൂ. പക്ഷേ വലതുപക്ഷ ശക്തികളുടെ കൈവശമാണ് നമ്മുടെ മാധ്യമ ശൃംഖല മുഴുവൻ. ആ വലതുപക്ഷം അവരുടെ ശക്തി തെളിയിച്ചാൽ അതിൻ്റെ ഫലം ഇടതുപക്ഷം ദുർബലമാകും. കേരളത്തെ സംബന്ധിച്ചെടുത്താൽ ഈ കേരളം ഇന്നത്തെ കേരളമായി രൂപപ്പെട്ടത് എത്രമാത്രം പിന്നോക്കം കിടന്നൊരു നാടായിരുന്നു നമ്മുടേത്. ഞങ്ങൾ യഥാർത്ഥത്തിൽ ഞങ്ങൾ ജയിക്കുമെന്ന് തന്നെയാണ്. പയ്യന്നൂരിലൊന്നും ഞങ്ങൾ ഒരു തോൽവി തന്നെ പ്രതീക്ഷിക്കുന്നില്ല. പക്ഷേ പയ്യന്നൂരിൽ പരാജയപ്പെട്ടു. ഇനി അത് ഗൗരവത്തിൽ തന്നെ പാർട്ടി പരിശോധിക്കേണ്ട കാര്യമാണ്. തളിപ്പറമ്പിൽ ഞങ്ങൾ ജയിക്കുമെന്ന് തന്നെയാണ് ഞങ്ങൾ കണക്കാക്കിയിരുന്നത്. അവിടെയും ഞങ്ങൾ പരാജയപ്പെട്ടു. ഇതവിടെ മാത്രമല്ല, ഇപ്പോൾ തൃക്കരിപ്പൂര് നമ്മൾ ജയിക്കുമെന്ന് കണ്ടിട്ടുള്ളതാണ്, ഉദുമ നമ്മൾ ജയിക്കുമെന്ന് കണ്ടിട്ടുള്ളതാണ്. അതുപോലെ തന്നെ നമ്മൾ കണ്ണൂരിൽ ഞങ്ങളുടെ ഒരു പ്രാഥമികമായൊരു നിരീക്ഷണത്തിൽ ഞങ്ങൾ ജയിക്കാൻ സാധ്യതയുണ്ടെന്ന് കണ്ടിട്ടുള്ളതാണ്. അഴീക്കോട് ഞങ്ങൾ ജയിക്കുമെന്ന് കണ്ടിട്ടുള്ളതാണ്. പക്ഷെ ആ സ്ഥലങ്ങളിലെല്ലാം വോട്ട് കുറഞ്ഞു എന്നുള്ളതും തോറ്റു എന്നുള്ളതും സംഭവിച്ചിട്ടുണ്ട്. ഇതെല്ലാം പൊതുവായി വന്നിട്ടുള്ള ഒരു രാഷ്ട്രീയ കാറ്റിൻ്റെ ഒരു തെരഞ്ഞെടുപ്പ് രംഗത്തുണ്ടായിട്ടുള്ള ഒരു പ്രതികരണത്തിൻ്റെ ഭാഗമായിട്ടാണ്. ഇനി അത് സംബന്ധിച്ച് തന്നെയാണ് വളരെ വിശദമായി പരിശോധിക്കുക.